ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഇതിൽ പത്തിരിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ സമോസയാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പം എന്താ തേങ്ങ അരച്ച കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സമൂസ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേന് പൊടി ഇനി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിലിക്കൻ്റെ മാറ്റിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കൗണ്ടർ ടോപ്പിനൊക്കെ ആകെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മേശമ വെച്ചിട്ട് ഈ ഒരു മാറ്റ് വെച്ചിട്ടാണ് അതിൽ ഇട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പം അങ്ങനെ പത്തിരി എല്ലാം കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഓരോ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പത്തിരി പരത്തി എടുക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റിലെല്ലാം നമുക്ക് പരത്തിയെടുക്കാനും കുഴക്കാനും ഒക്കെ നല്ലോണം പറ്റും. ഈ ഒരു മാറ്റ് നല്ലൊരു ഉപകാരപ്പെട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കൊക്കെ നൈസ് പത്തിരി ഉണ്ടാക്കാനായിട്ട് അറിയും. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ നല്ലോണം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പൊടി തട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പത്തിരി എല്ലാം പരത്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം മക്കൾ ഉറങ്ങുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ കറിയൊക്കെ ചിക്കനൊക്കെ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉമ്മക്ക് മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് നോൺ വെജ് ഒന്നും കഴിക്കില്ല, വെജാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 ഐറ്റം കറികളൊക്കെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ അരച്ച് പാരുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ കറിയിലോട്ട് തേങ്ങ അരച്ച് പാരുകയാണ്. ഇപ്പം കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കും കേട്ടോ. ഇപ്പോൾ അസറിന് ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ ഒരു സൈഡിൽ പത്തിരി ചുടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ സമോസ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു സിമ്പിളായ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഒരുപാടൊന്നും ഉള്ളി വഴറ്റിയെടുക്കുന്നു വേണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഗരം മസാല പൗഡറാണ് ചേർത്തെടുക്കുന്നത്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഇനിയിപ്പോൾ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്സാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം മല്ലിയില തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ പഴംപൊരിയാണ് റെഡിയാക്കുന്നത്.
അപ്പോൾ ചിക്കൻ സമൂസ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഴംപൊരിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. പഴംപൊരിക്ക് മാവ് കൂട്ടിയിട്ടുള്ളത് മൈദയും കോൺഫ്ലോറും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല കുഴപ്പമില്ല, നന്നായിട്ട് പൊങ്ങി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാതും റെഡിയാക്കിയതിന് ശേഷം മേശമേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസും നാരങ്ങ വെള്ളവും പിന്നെ അതുപോലെ ഫ്രൂട്ട്സായിട്ട് വത്തക്കയും ആപ്പിളും പിന്നെ നമ്മുടെ സമൂസയും അതുപോലെ തന്നെ പഴപ്പൊരിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കണും കൂടെ അമർത്തി വെക്കുക.